കേരളത്തിൽ ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന് NDTVയുടെ സർവേ വ്യക്തമാക്കുന്നു. 50% ജനങ്ങളിൽ ഭരണത്തിൽ അസംതൃപ്തി പ്രകടിപ്പിക്കുന്നുണ്ട്. ഭരണം വളരെ മോശമെന്ന് പറയുന്ന 31% പേർ, 20% പേർ മോശമെന്ന് പറയുന്നു. അങ്ങനെ 51% പേർക്കും ഭരണം മോശമാണെന്നുള്ള അഭിപ്രായമുണ്ട്. 40% പേർ ഭരണം നല്ലതാണെന്ന് അഭിപ്രായപ്പെടുന്നവരാണ്. നേതാക്കളിൽ VD സതീശനാണ് കൂടുതൽ പേരുടെ പിന്തുണ. സതീശന് 22% പേരുടെ പിന്തുണ ലഭിച്ചപ്പോൾ പിണറായി വിജയനെ 18% പേരാണ് പിന്തുണച്ചത്. ധനേഷ് രവീന്ദ്രൻ വിശദാംശങ്ങളുമായി തത്സമയം ചേരുന്നുണ്ട്. NDTVയുടെ വോട്ട് വൈബ് സർവേ ആണ് ഇന്നലെ വൈകുന്നേരം പുറത്തു വന്നത്. അതിലാണ് ഇപ്പോൾ കേരളത്തിൽ 50%-ലേറെ ആളുകൾക്ക് അല്ലെങ്കിൽ 50%-ലധികം ജനങ്ങൾ ഭരണത്തിൽ അതൃപ്തി പ്രകടിപ്പിക്കുന്നു എന്നുള്ള കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് ഏറ്റവും മികച്ച ഭരണം, മോശം, വളരെ മോശം തുടങ്ങിയ കാറ്റഗറിയിലൊക്കെ തന്നെയാണ് ആളുകളുടെ വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആ ഒരു കണക്ക് പരിശോധിക്കുമ്പോൾ 50%-ലധികം ജനങ്ങൾ ഭരണത്തിൽ അതൃപ്തി പ്രകടിപ്പിക്കുന്നു എന്നുള്ളതാണ് NDTV വ്യക്തമാക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ നേതാക്കളുടെ കാര്യം സൂചിപ്പിച്ചതാണ്. ഈ നേതാക്കൾ VD സതീശനാണ് ഇപ്പോൾ ഏതായാലും ഈ കൂടുതൽ മുൻതൂക്കം ലഭിക്കുന്നത്. 22% പേർ VD സതീശനെ പിന്തുണയ്ക്കുന്നുണ്ട്. പിണറായി വിജയൻ മുഖ്യമന്ത്രിക്ക് 18%. സിപിഎമ്മിൽ നിന്ന് മറ്റൊരു നേതാവിന്റെ പേരായി അവർ ഉയർത്തിക്കാട്ടത് KK ശൈലജയാണ്. NDTV KK ശൈലജയുടെ പേരാണ് ആ സർവേയിൽ വെച്ചത്. അതിൽ 16% പേർ KK ശൈലജയും അനുകൂലിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. രാജീവ് ചന്ദ്രശേഖരന് 14.5% പേരുടെ പിന്തുണയുണ്ട് എന്നുള്ള കാര്യമാണ് NDTV അവകാശപ്പെടുന്നത്. ഒപ്പം തന്നെ ഇതിൽ കോൺഗ്രസിൽ രണ്ടാമത്തെ പേരുകാരനായി ശശി തരൂരിന്റെ പേരാണ് ഇപ്പോൾ ഏതായാലും NDTV നൽകിയിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ UDF, LDF, NDA കക്ഷികളുടെ വോട്ടിംഗ് ശതമാനത്തെക്കുറിച്ചാണ്. ഈ UDFന് 32%-ലേറെ വോട്ട് ലഭിക്കാം എന്നുള്ളതാണ് ഇപ്പോൾ NDTVയുടെ സർവേ പറയുന്നത്. LDFന് 29%-ലേറെ വോട്ടും ഈ 50%-ലധികം പേർ ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന് പറയുമ്പോഴും 3% വോട്ടിന്റെ വ്യത്യാസം മാത്രമാണ് NDTV സർവേയും LDFും UDFും തമ്മിലുള്ളത്. BJPക്ക് 19%-ലേറെ വോട്ട് ലഭിക്കാമെന്നുള്ളതാണ് ഇപ്പോൾ NDTVയുടെ സർവേയിൽ പറയുന്നത്. BJPക്ക് 19%-ലേറെ വോട്ട് ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ NDTVയുടെ ഈ സർവേ വെച്ച് നോക്കുമ്പോൾ കേരളത്തിൽ ഒരു പക്ഷേ ഒരു തൂക്ക് മന്ത്രിസഭയിലേക്ക് തന്നെ കാര്യങ്ങൾ നീങ്ങാനുള്ള സാധ്യതയാണ് ഈ സർവേ പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത്.